ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഭിരാമി. ഇതെൻ്റെ ഒരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ. എൻ്റെ ഈ ചാനലിൽ മെയിനായിട്ട് എന്താ പറയുക, ഹോം മേക്കിങ്ങും മേക്കപ്പ് ട്യൂട്ടോറിയൽ, പിന്നെ ഷോപ്പിംഗ്, വ്ളോഗിങ്, അങ്ങനെ ട്രാവൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഹസ്ബൻഡിന് ജോലിയുണ്ട്, കുഞ്ഞിനും സ്കൂളിലൊക്കെ പോകണം. അപ്പോൾ എനിക്കിന്ന് അമ്പലത്തിൽ പോകണം. അതിനുള്ളൊരു പ്രിപ്പറേഷനാണ് കേട്ടോ. രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, മറ്റേ റൊട്ടി ഉണ്ടല്ലോ, എൻ്റെ പേര് ആലു പറാത്ത, ആലു പറാത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക്, ഹസ്ബൻഡിന് ഇഷ്ടമാണ്, കുഞ്ഞിനും ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഞാൻ മറ്റേ പനീർ വെച്ചിട്ടുള്ള ആലു പറാത്തയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഓൾറെഡി ഞാൻ എല്ലാം വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇത് പുതിയ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഇത് ഞാൻ ഭയങ്കര പ്രൊഫഷണലൊന്നും അല്ല, എനിക്കറിയാമെന്നുള്ള രീതിയിൽ. നമുക്ക് പണ്ടാകപ്പാടെ അമ്മയൊക്കെ ഉണ്ടായി തന്നെ കുഴക്കട്ടയില്ലേ, ഈ ശർക്കരത്ത് വെച്ചിട്ട്, ആ ഒരു ഇത് മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. അത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഇട്ട് ഉണ്ടാക്കണേ. ഇവിടെ പൊതുവേ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് എളുപ്പമാണല്ലോ, അധികം കറിയൊന്നും വേണ്ട, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യില്ല എന്ന് വിചാരിച്ച് ഉണ്ടാക്കി തുടങ്ങിയാണ് കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, ടൈം എടുക്കും നന്നായിട്ട്. ഓൾറെഡി നമ്മൾ തലേദിവസം തന്നെ എല്ലാം വേവിച്ചിട്ട് അല്ലെങ്കിൽ അരിഞ്ഞൊക്കെ വെച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ രാവിലെ എണീച്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് എന്താ പറയുക, ലേറ്റായിപ്പോയി. പിന്നെ കുഞ്ഞിന് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു. അവന് മാത്രം കുറച്ച് ബട്ടർ ഇട്ട് ഉണ്ടാക്കും. പൊതുവെ ബട്ടർ ഇട്ട് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനിടയിൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിച്ചു. അങ്ങനെ എല്ലാം പറാത്തയെല്ലാം ഉണ്ടാക്കി വെച്ചു. ഹസ്ബൻഡിന് ഒരെണ്ണം കൊടുത്തു, കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഫുഡ് കഴിഞ്ഞ് അവൻ സ്കൂളിൽ വിടാമല്ലോ. അപ്പോൾ തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റർബൻസാണ് കിച്ചൺ ഇങ്ങനെ കിടക്കുന്നത് കണ്ട. അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴും ഒരു ആശ്വാസമാണ് കാണുമ്പോൾ, ഇല്ലെങ്കിൽ എല്ലാം വാരി വലിച്ചിടും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നോക്കി അവിടെ ആൾ ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അത് കഴിപ്പിച്ചു. അങ്ങനെ ആളെ ഇറക്കി ഞാൻ എല്ലാം പാക്കൊക്കെ ചെയ്ത്, ഓൾറെഡി ചെയ്ത് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളെ ഞാൻ സ്കൂളിലോട്ട് വിട്ടു കേട്ടോ. അങ്ങനെ യദുവാണ് എപ്പോഴും കൊണ്ടാക്കാറ്, രാവിലെ കൊണ്ടാക്കും, തിരിച്ച് വിളിച്ചോണ്ടും. കാരണം യദു വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇവർ പോയിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് ഇറങ്ങണം, അല്ലാതെ എനിക്ക് ഇതില്ല. അതുമല്ല, പറാട്ട ഉണ്ടാക്കിയപ്പോൾ അതിൽ ഒരിതുണ്ടല്ലോ, ഒരു തൈര് വെച്ചിട്ടുള്ള സംഭവം, അത് ഉണ്ടാക്കിയിട്ടില്ല. അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ. പ്ലെയിൻ യോഗട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കുളിച്ച് റെഡിയായി. ഒട്ടും സമയമില്ല, നല്ല ലേറ്റായി. അങ്ങനെ ഞാൻ സ്പീഡിലെല്ലാം ചെയ്തു. ഇങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. മേക്കപ്പ് ഇടുന്നതിൻ്റെ അതിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വെച്ച് മേക്കപ്പ് എന്നല്ല, കുറച്ച് കണ്ണ് എഴുതി, കുറച്ച് ബ്ലഷൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, അങ്ങനെയാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ, മേക്കപ്പ് ഇടുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാനൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. വേണമെന്നുള്ളൊരു കയറി കാണുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇറങ്ങിക്കൊണ്ട് നിന്നതാണ്. അപ്പോഴാണ് എൻ്റെ അനിയത്തി വിളിച്ച് പറഞ്ഞത്. അവളെൻ്റെ അടുത്ത് പറഞ്ഞു 9 മണിക്ക് ഇറങ്ങണം, എന്നാലേ അവിടെ എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ ലേറ്റായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഞാനും ഒരുപാട് താമസിച്ചു കേട്ടോ. പിന്നെ നിന്നില്ല, പെട്ടെന്ന് ഊബർ പിടിച്ചു. ഞാൻ നേരെ അമ്മേരെ അവിടെ പോയി. അവിടെ നിന്നാണ് നേരെ വിനായകനെ കാണാൻ പോയത് കേട്ടോ, ഭഗവാനെ കാണാൻ പോയി. പഴവങ്ങാടിയിലാണ് പോയത് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു. പെട്ടെന്നല്ല, ഭഗവാനെ നല്ല രീതിയിൽ കണ്ട് തൊഴുത് ഒരുപാട് നേരം നിന്നിട്ടാണ് തിരിച്ചു വന്നു കേട്ടോ. വെയിലെന്ന് പറയുന്നത് സഹിക്കാൻ വയ്യില്ല. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് കയറാൻ നിന്നില്ല, ആ ഊബറിൽ തന്നെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ഭയങ്കര ചൂട്, പുറത്തിറങ്ങാൻ പറ്റില്ല. ആ പോയപ്പോൾ ഉള്ള ഇതും തിരിച്ച് വന്നപ്പോഴും ഭയങ്കര ഒരു ടാനൊക്കെ ആയിട്ട് ഒരുമാതിരിയായിട്ടായിരുന്നു. ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ വെയിൽ സഹിക്കാൻ വയ്യാത്ത വെയിലാണ് കേട്ടോ. ആരെങ്കിലും നിങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. എന്തെങ്കിലും സൺസ്ക്രീൻ, ഇപ്പോൾ ഉള്ളവർ പൊതുവേ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കും. എന്നാൽ എനിക്ക് ഒരുപാട് പേര് സൺസ്ക്രീനോ ഒന്നും ഉപയോഗിക്കാത്ത ഒരുപാട് പേര് അറിയാം. അതുകൊണ്ടാണ്. കാരണം ഭയങ്കര വെയിലെന്ന് വെച്ചാൽ പൊള്ളുന്ന രീതിയിലുള്ള വെയിൽ, ഇരുന്നിട്ട് പോലും സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ അഴിച്ച് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അഴിച്ച് മാറ്റിയാൽ മതി എന്നുള്ള ഇതിലായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റത്തെ എന്താ പറയുക, മീലാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഉച്ചയായിട്ടോ, 12 മണി എന്തോ കഴിഞ്ഞു. പിന്നെ ഞാൻ തന്നെ യദുവിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി 2 എനിക്കും അവനും കൂടെ വെച്ചിട്ടില്ല, ബാക്കി 2 ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് ഫുള്ളിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോഴാണ് പകുതി ജീവൻ വന്നത്.
അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു. ഭയങ്കരമായിട്ട് മനസ്സിനൊരു നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പഴവങ്ങാടിയിൽ പോകുന്നത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആയിരുന്നു. സോ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.